നമ്മുടെ ഈ അടുത്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് സ്ട്രെയിൻ ചെയ്ത് ഓടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിലൊന്ന് ശ്രമിച്ച് നോക്കി 100% ഉറപ്പാണ് നിങ്ങൾക്ക് മൈലേജ് കിട്ടും. അത് പ്രൈവറ്റ് ബസ് ആണെങ്കിലും ഈ പ്രൈവറ്റ് ബസ് എല്ലാം അവർ ജോയിൻ്റ് ഇടിപ്പിച്ച് ആണ് ഈ വണ്ടി ഓടിക്കുന്നത്. അവരുടെ വിചാരം അങ്ങനെ ഓടിച്ചാലേ മൈലേജ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ മുതലാളിക്ക് അതിൽ ഒരുപാട് നഷ്ടങ്ങൾ വരുന്നുണ്ട് മെക്കാനിക് പരമായിട്ട്, മനസ്സിലായോ? അപ്പോൾ അതൊന്നും വരില്ല. നിങ്ങളൊന്ന് ഞാൻ പറയുന്ന രീതിയിലൊന്ന് വാഹനം ഓടിച്ച് നോക്കൂ, എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ മൈലേജ് കിട്ടും, എങ്ങനെ ഏതെല്ലാം രീതിയിൽ ഓടിക്കണം, ഇതെല്ലാം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് കാറ് തൊട്ട് ബസ്, ലോറി, അങ്ങനെ എല്ലാവിധ മേഖലയിലുള്ള വണ്ടികളും നമ്മൾ അതിൻ്റെ എങ്ങനെയൊക്കെ മൈലേജ് കിട്ടുമെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് കാറിൻ്റെ ഓട്ടോ ഗിയറായാലും ബസ്സിൻ്റെ ഓട്ടോ ഗിയറായാലും അതുവരെ നമ്മൾ പറഞ്ഞു കൊടുക്കും, മനസ്സിലായോ? എങ്ങനെയെല്ലാം ഗിയർ ചേഞ്ച് ചെയ്യണം, എവിടെയെല്ലാം ആക്സിലേറ്റർ എടുക്കേണ്ടതുണ്ട്, എങ്ങനെയൊക്കെയാണ് മൈലേജ് കുറയുന്നത്, ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾ കുറച്ചിലില്ലാത്തവർ കാണുക, ഇത് മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ അതിൻ്റെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാഹനത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അടുത്തതായിട്ട് വരുന്നത് ചെയ്യുന്നൊരു വീഡിയോ, എങ്ങനെ വാഹനം നമുക്ക് മൈലേജ് കിട്ടും, എന്തുകൊണ്ട് മൈലേജ് കിട്ടുന്നില്ല, ഇതിനെക്കുറിച്ചാണ് അടുത്ത വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ പറയുന്നത് നമ്മുടെ ഡ്രൈവർമാർ പൊതുവെ എല്ലാവരും ന്യൂട്രടിച്ചാണ് മൈലേജ് ഒപ്പിക്കുന്നത്. അങ്ങനെയല്ല, ശരിക്കും നമ്മൾ വാഹനം ഓടിക്കേണ്ട പോലെ ഓടിച്ചാൽ എങ്ങനെയെല്ലാം ഓടിക്കണം, അങ്ങനെയെല്ലാം ഓടിച്ചു കഴിഞ്ഞാൽ മൈലേജ് കിട്ടും. ന്യൂട്രടിക്കുക വേണ്ട, മനസ്സിലായോ? ഇതെല്ലാവരും ഇപ്പോൾ ന്യൂട്രടിച്ചാണ് ഈ വാഹനം എല്ലാം മൈലേജ് ഒപ്പിക്കുന്നത്. ഈ മുതലാളിമാരും വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു നല്ല ഡ്രൈവർ മൈലേജ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ന്യൂട്രടിച്ചിട്ടാണോ മൈലേജ് കിട്ടുന്നത് എന്നുള്ളതാണ് അവരുടെയും ചിന്താഗതി. അപ്പോൾ അതെങ്ങനെയെല്ലാം മൈലേജ് കിട്ടും, എങ്ങനെയെല്ലാം മൈലേജ് നമുക്ക് കൊടുക്കാം, ഇപ്പോഴത്തെ ഡീസലിൻ്റെ വില വെച്ചിട്ട് മൈലേജ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയെല്ലാം മൈലേജ് നമുക്കൊരു ഡ്രൈവർക്ക് ഒപ്പിക്കാം, എങ്ങനെയെല്ലാം നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് മൈലേജ് കിട്ടും എന്നുള്ളത് നമുക്ക് കാണിച്ച് പ്രൂവ് ചെയ്യാവുന്നതാണ്, മനസ്സിലായോ? അപ്പോൾ അടുത്ത വീഡിയോ മൈലേജ് എങ്ങനെയെല്ലാം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, കാണുക. ഓക്കെ.